പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദി പറയുന്നു. വിശേഷാൽ എബനേസർ മലയാളം ഫെലോഷിപ്പ് ഈ കൂട്ടായ്മയിലെ സിസ്റ്റേഴ്സിന്റെ മീറ്റിംഗില് ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന വിലപ്പെട്ട സാവകാശം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുകയാണ്. വിശേഷാൽ ഈ മീറ്റിംഗ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രിസൈഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി ഫെബ ആന്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിക്കുകയാണ്. ഈ ടീമിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഗീസ് പാസ്റ്ററായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാർ പലരും ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിക്കുന്നു. ഡിവൈസിൽ ജോയിൻ ചെയ്യപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടി കർത്താവിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രത്യേകാൽ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. വിശേഷാൽ കഴിഞ്ഞ വൈകുന്നേര സമയത്താണ് കർത്താവിന്റെ ദാസി ഫെബാൻജിയുമായിട്ട് സംസാരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സാവകാശം ഒരുക്കി തന്നു. മീറ്റിങ്ങിനെ കുറിച്ച് അല്പമായ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുവാൻ ഇടയായി തീർന്നു. ഒരുപാട് സന്തോഷം എനിക്ക് തോന്നുവാൻ ഇടയായി തീർന്നു. ഈ തലമുറയിൽ കർത്തൃദാസന്മാർക്ക് കടന്നു ചെല്ലുവാൻ ഒക്കെ ദൈവം ശക്തമായി കർത്തൃദാസിമാരെ, ദൈവ സഹോദരിമാരെ പല ഭവനങ്ങളിലേക്ക് അയക്കുകയും പല മിനിസ്ട്രികൾ അവരിലൂടെ ചെയ്തെടുക്കുകയും ചെയ്യുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. നാം ചിന്തിച്ചു നോക്കുമ്പോൾ എത്രത്തോളം പ്രതികൂലം വർദ്ധിക്കുന്നു അവിടെയൊക്കെയും സഭ വളരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രതികൂലങ്ങൾ ഇല്ലാത്ത സ്ഥാനത്ത് സഭകൾ വളരുന്നില്ല. എന്നാൽ പ്രതികൂലങ്ങൾ ഉള്ള സ്ഥാനത്ത് സഭകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കുവാൻ, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന സാവകാശം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ കണ്ട് തളർന്നു പോകുവാനല്ല, പ്രതികൂലത്തെ അതിജീവിച്ച് തിരമാല അടങ്ങിയിട്ട് ഒരിക്കലും ഒരു മീൻപിടുത്തക്കാരന് കടലിലേക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കത്തില്ല. ഈ തിരമാലകൾ ഉണ്ടെങ്കിലും ഈ തിരമാലകളെ അതിജീവിച്ചവൻ കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ അവന് ചിലത് നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരത്തുള്ളൂ. ക്രിസ്തീയ ജീവിതവും അങ്ങനെയാ പ്രിയമുള്ളവരെ. പ്രതികൂലമുണ്ടെന്ന് പറഞ്ഞ് നാം മാറിയിരിക്കുമ്പോൾ നമ്മളിവിടെ ഒന്നും ചെയ്യുവാൻ ദൈവത്തിന് കഴിയത്തില്ല. എന്നാൽ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നാം ഇറങ്ങി പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതമായ കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒക്കെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ പൈതൽ ജിറ്റി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഞാൻ പേര് കണ്ടു, വീഡിയോ ഓണാക്കി കണ്ടില്ലെങ്കിലും പേര് ഞാൻ കണ്ടു. ഞങ്ങളുടെ പ്രിയ ബെൻസി സിസ്റ്റർ ഇതിനകത്തിലുണ്ട്, ബിന്ദു സിസ്റ്റർ ഇതിനകത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ ദൈവം തന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ 27 വർഷക്കാലമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കും സാവകാശം ഒരുക്കി തന്നു. ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഏകയായ വിശ്വാസ അനുഭവത്തിലേക്ക് ഇറങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് സാവകാശം ഒരുക്കി. ദൈവ ശബ്ദം കേൾപ്പിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ച് വേർതിരിക്കുവാൻ ഇടയായി തീർന്നു. ഞാന് ദൈവവചനം 6 പ്രാവശ്യം വായിച്ച് ഇതിനകത്തെ സത്യം, ഇത് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇത് എന്റെ ജീവിതത്തിൽ നൽകി തന്നാൽ ഞാൻ ഈ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാമെന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ 1996 ഡിസംബർ മാസം 31-ാം തീയതി ഈ കഴിഞ്ഞ ഇപ്പൊ ദൈവം അനുവദിച്ചാൽ വരുന്ന ഇനി ചില 10-12 ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ ഡിസംബർ മാസം 31-ാം തീയതി ഒരു മീറ്റിംഗിലാണ് ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കാൻ പോവുകയാണെന്ന് തീരുമാനിച്ചു. എന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് പറയാതെ
അവരറിയാതെ ഞാന് കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണ്, കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കളെ അറിയിക്കാതെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ഒത്തിരി പേര് എന്നോട് ആ സമയങ്ങളിലൊക്കെ ചോദിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എനിക്ക് ധൈര്യം തന്നൊരു വചനം പൗലോസ് അപ്പോസ്തലൻ കർത്താവിന്റെ നാമത്തെ ഉപദ്രവിച്ചു മുടിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി തിരിച്ച കാലയളവില് കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തന്നെ സന്ദർശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തന്നെ സന്ദർശിച്ച സമയത്ത് തന്റെ കണ്ണിന്റെ കാഴ്ച പോയി അവിടെ വീണ് കിടക്കുമ്പോൾ തന്റെ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചിട്ടല്ല താൻ വിശ്വാസ അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ എനിക്കൊരു ബലം ദൈവം നൽകി തരുവാൻ ഇടയായി തീർന്നു. ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചിട്ടല്ല നാം കർത്താവിന്റെ കൽപ്പന, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ നാം ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ച് ചെയ്യുകയല്ല. ദൈവം നമുക്ക് എന്ത് ഗൈഡൻസ് തരുന്നോ അതനുസരിച്ച് നാം നമ്മുടെ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായി തീരും, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരും. അങ്ങനെ ഞാനൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചു. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ എന്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുവാൻ ഇടയായി തീർന്നു. 22-ാമത്തെ വയസ്സിലാ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം അനുസരിക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്കറിയാം, വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹ ക്രമീകരണങ്ങൾ ചിന്തിച്ചിട്ടില്ല, ഈ സമയത്ത് വിശ്വാസത്തിലേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ എന്റെ വീട്ടുകാർ വിചാരിച്ചു എങ്ങനെങ്കിലും ഇവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ ഈ പ്രശ്നം അങ്ങ് തീരുമെന്ന് വിചാരിച്ച് അവരെനിക്ക് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. വിവാഹം ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ ഓർത്തഡോക്സിൽ നിന്നുള്ള വിവാഹ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഡിമാൻഡ് ഞാൻ അവരുടെ മുമ്പിൽ വെച്ചു. നിങ്ങൾ എനിക്ക് വിവാഹം ആലോചിച്ചോ, പക്ഷെങ്കിൽ സുവിശേഷ വേലക്കാരായ ആരെയെങ്കിലും ഒരാളെ മാത്രമേ എനിക്ക് വിവാഹം ആലോചിക്കാവൂ. അങ്ങനെ അവര് ഓർത്തഡോക്സിലുള്ള ഉപദേശിമാരെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. പക്ഷേ ഓർത്തഡോക്സിൽ നിന്ന് ഉപദേശിമാരെ കിട്ടുമോ പ്രിയമുള്ളവരെ? അങ്ങനെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായത് കരുതുവാനിടയായി തീർന്നു. നീ ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല, നീ നന്നാവത്തില്ല, നിന്റെ ഭാവി എന്തായിത്തീരും എന്ന് ചോദിച്ചവരുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് എന്റെ കഴിവല്ല പ്രിയമുള്ളവരെ, എന്റെ മിടുക്കല്ല, എന്റെ പ്രാപ്തിയല്ല, ദൈവത്തിന്റെ വിശ്വസ്തത ഒന്ന് മാത്രമാ. ഒരു ദൈവ ശബ്ദം എന്നെ കേൾപ്പിച്ചു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, അനവധി വേദനകളിലൂടെ കടന്നുപോയപ്പോൾ, അനവധി നിന്ദയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ കർത്താവിനെ ചേർത്ത് പിടിച്ച് ഇപ്രകാരം പറയുവാനിടയായി, കാട്ടുമൃഗം പെരുകി നിനക്ക് ഉപദ്രവം ഉണ്ടാകാതിരിപ്പാൻ ഈ സമയത്ത് നീ ശോധനയിലൂടെ കടന്നു പോകണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ശോധനകൾ, ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ക്ഷീണിച്ചു പോവുകയല്ല, നാം മടുത്തു പോവുകയല്ല, ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ വിശ്വസ്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. വിശ്വസ്തനായ ദൈവം നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ കണ്ട്, നമ്മുടെ ജീവിതത്തിലെ നിന്ദകൾ കണ്ട്, നമ്മുടെ ജീവിതത്തിലെ അപമാനങ്ങൾ കണ്ട് നീ ക്ഷീണിച്ചു പോകരുത്, നീ മടുത്തു പോകരുത്. ദൈവം വിശ്വസ്തന, ദൈവം നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. ദൈവ ശബ്ദത്തിന് മുമ്പിൽ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുവാൻ ഇടയായി. സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയം അതിനുവേണ്ടി തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നില്ല പ്രിയമുള്ളവരെ. അതിനുശേഷം കർത്താവ് എനിക്ക് കുടുംബജീവിതം തന്നു. കഴിഞ്ഞ 27 വർഷമായി കർത്താവിന്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിലായിരിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. കോട്ടയത്തിന്റെ പ്രദേശത്ത്, ചാത്തന്നൂരിന്റെ പ്രദേശത്ത്, അടൂരിന്റെ പ്രദേശത്ത്, ഇപ്പോൾ പത്തനാപുരത്തിന്റെ പ്രദേശത്ത് IPC പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സഭാചാർജോടുകൂടി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ തന്നെ കർത്താവ് ഏൽപ്പിക്കുന്ന സമയങ്ങൾ, കർത്താവിന്റെ വേലയിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള അവസരങ്ങൾ ദൈവം തന്നപ്പോഴൊക്കെ അവിടെയും കടന്നുപോയി വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. കർത്താവ് ഇത്രത്തോളം നടത്തി. ഇതാണ് എന്റെ സാക്ഷ്യം. കർത്താവിന്റെ ദാസി ഓർപ്പിച്ചതുപോലെ എനിക്ക് കർത്താവ് 3 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി തരുവാൻ ഇടയായി. മൂത്ത പൈതൽ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഞങ്ങളെ ഭവനത്തിലുണ്ട്.
രണ്ടാമത്തെ പൈതൽ ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ബാംഗ്ലൂരിന്റെ പ്രദേശത്തായിരിക്കുന്നു. കൊച്ചു പൈതൽ +2 കഴിഞ്ഞിട്ട് എൻട്രൻസിന്റെ കോച്ചിങ്ങിനോടുള്ള ബന്ധത്തിൽ പാലായിലായിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഈ കഴിഞ്ഞ 27 വർഷവും ലജ്ജിപ്പിക്കാതെ കർത്താവ് ഞങ്ങളെ നിർത്തുവാൻ ഇടയായി തീർന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ വിശ്വസ്തതയും നടത്തിയെന്ന് പറയുവാൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കർത്താവ് നമ്മെ നടത്തുവാൻ ശക്തനായ ദൈവമാ. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ തിരുവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാൻ കർത്താവ് എന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒരു വേദഭാഗം അല്പസമയം നിങ്ങളുമായി ഷെയർ ചെയ്ത് കർത്താവിന്റെ സന്ധിയിലായിരിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. പരിശുദ്ധതയുമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അല്പസമയം തിരുവചനവുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന വിലപ്പെട്ട സാവകാശത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം, അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണം. ദൈവവചനത്തെ അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു കർത്താവേ. അടിയനെ അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു. ഈ ഡിവൈസിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ വയ്ക്കുന്നു കർത്താവേ. ഓരോരുത്തർക്കും ആവശ്യമായത് ഇന്ന് പകൽക്കാലം കർത്താവ് നൽകി തരുമാറാകണമേ. കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റണമേ. അത് രോഗസൗഖ്യമാക്കി മാറ്റണമേ. ഞങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടിയാക്കി മാറ്റുമാറാകണമേ. വചനം അതിന്റെ ആഴത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങ് പ്രവർത്തിക്കണം, സഹായിക്കണം, ശക്തീകരിക്കണം. യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ് കർത്താവ് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി ദൈവം നൽകി തരുവാനിടയായി തീർന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനമാണ് ഞാൻ ഇവിടെ വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, വിവിധ നിലകളിൽ പീഡനങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നുപോയി. ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഇവർക്കൊരു ചിന്ത ഇവരുടെ മനസ്സിൽ, കർത്താവ് വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്, കർത്താവ് വന്നു പോയതാണോ എന്നൊക്കെയുള്ള ഒരു സംശയം ഇവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഇവരെ ഒന്ന് ഉറപ്പിച്ചു നിർത്താനായിട്ട് ഇവർക്കൊരു ഉറപ്പ് ആവശ്യമാണ്. അതിന് ഇവരെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് ഈ ലേഖനം കർത്താവിന്റെ ദാസനായ പൗലോസ് എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതി വെക്കുവാൻ തക്കവണ്ണം ഇടയായി. നമുക്കറിയാം, 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഭയങ്കര നമ്മൾ എപ്പോഴും ഉരുവിടുന്ന ഒരു വാക്യമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ, പ്രധാന ദൂതന്റെ ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ ഇടയായി തീരും. ഈ ഒരു ദൈവത്തിന്റെ വചനം കർത്താവ് നമ്മെ കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോസ്തലൻ വിളിച്ചു പറയാം, കർത്താവിന്റെ വരവ് ആസന്നമായിട്ടുണ്ട്. കർത്താവിന്റെ വരവ് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കർത്താവിന്റെ വരവ് ആസന്നമായിട്ടുണ്ട്. എന്നാൽ അതിനു വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുക. പ്രതികൂലങ്ങൾ കടന്നു വന്നപ്പോൾ, പീഡനങ്ങൾ കടന്നു വന്നപ്പോൾ, തങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയുക, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളുവാനിടയായിത്തീരോ. ഇന്ന് പകലിൽ ഈ ഡിവൈസിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായി ഓർമ്മിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പൊടുതലവേ അനേകർ ഈ ലോകത്തിൽ നിന്ന്
മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം വെമ്പുകയാ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഒരു ഹൈവേയുടെ സൈഡിലാണ് ഞങ്ങളിവിടെ താമസിക്കുവാനിടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ഒരു പക്ഷെങ്കിൽ പത്രദ്വാര കേട്ട് കാണും. പത്തനംതിട്ട ജില്ലയിൽ മുറിഞ്ഞകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 4 പേര്, ഒരു കുടുംബത്തിലെ 4 പേര് ആക്സിഡന്റിനാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. നമ്മുടെ ചർച്ചിന് ഒരു 2 കിലോമീറ്റർ ദൂരമില്ല ആ ആക്സിഡന്റ് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. ഒത്തിരി പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ആംബുലൻസ് ചീറിപ്പായുന്ന ശബ്ദം കേൾക്കുവാനിടയായി. കർത്താവിന്റെ ദാസനോട് ചോദിച്ചു, നമ്മുടെ ഈ വഴിക്കൂടെ എന്താ ഈ കണ്ടിന്യൂസ് ആംബുലൻസ് കടന്നു പോകുന്നത്? ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല, സംഭവം എന്താന്ന് അറിഞ്ഞില്ല. എന്നാൽ പ്രഭാതത്തിൽ ആരാധനയ്ക്ക് ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ TV ന്യൂസിലൂടെ വാർത്ത വന്ന് പെട്ടെന്ന് ഒരു വിശ്വാസി വിളിച്ചു, നമ്മുടെ ചർച്ചിനടുത്താണോ ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു, എന്താണ് സംഭവം എന്ന് ചോദിക്കുവാൻ ഇടയായപ്പോഴാണ് ഞങ്ങളും സംഭവം അറിയുന്നത്. രാത്രി കടന്നുപോയി തിരിച്ച് സന്തോഷത്തോടെ ഭവനത്തിൽ കടന്നു വരാമെന്ന് ചിന്തിച്ചു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് അധിക ദിവസങ്ങൾ പോലും ആകാത്ത കുഞ്ഞുങ്ങൾ, അവർ പൊടുന്നനവേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭവനത്തിലേക്ക് എത്തപ്പെടുവാൻ ചില മിനിറ്റുകൾ മാത്രം മതിയായിരുന്നു. എന്നാൽ ഭവനത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം, ഒരു ദൈവ പൈതലിനൊരു ഉറപ്പുണ്ട്. ദൈവം വിശ്വസ്തന, കർത്താവ് വിശ്വസ്തന. വാഗ്ദത്തം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ടെങ്കിൽ ഈ വാഗ്ദത്തം നിറവേറ്റുവാൻ അവൻ ശക്തനായ ദൈവമാ എന്നൊരു ഉറപ്പ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം. ഏതു നിമിഷവും നമ്മെ തകർത്ത് കളയുവാൻ ശത്രുവിന്റെ പദ്ധതികൾ മുമ്പിൽ ഉണ്ടെങ്കിലോ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതെ വേണം നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എവിടെയാകുന്നുവെന്ന് എനിക്കറിഞ്ഞുകൂടാ. നാം വിവിധ സ്റ്റേറ്റുകളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ സമയങ്ങളിലാ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ കേൾക്കുന്നവരുണ്ടാവാം, രാത്രി കേൾക്കുന്നവരുണ്ടാകാം. എന്നാൽ ജീവിത മണ്ഡലത്തിന് നേരെ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്നെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ഉറപ്പ്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു ഉറപ്പ് പ്രാപിച്ച ദൈവ പൈതൽ ആയിരിക്കുന്ന സ്ഥാനത്ത് ശക്തമായി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമോ? ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരുമോ? ഈ ദിവസങ്ങളിൽ ആ ആത്മസാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. ആത്മസാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടുവാനിടയായി തീരും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, കർത്താവോ വിശ്വസ്തൻ. ആർക്ക കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ആർക്ക കർത്താവ് വിശ്വസ്തനായിരിക്കുന്നത്? നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാൻ സാധിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, പരീക്ഷ നേരിടുന്നവർക്ക് ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ വേദനകൾ കടന്നു വരുന്നുണ്ടോ? എങ്കിൽ നീ വിശ്വസിച്ചോ, ദൈവം നിന്റെ കൂടെയുണ്ട്. പരീക്ഷ അധികമായി നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, നീ പ്രതീക്ഷിക്കാത്ത ശോധനയുടെ അനുഭവത്തിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ടെങ്കിൽ, ദൈവം വിശ്വസ്തനായി നിന്റെ കൂടെയുണ്ടെന്ന് തിരുവചനം പഠിപ്പിക്കുക. യോബിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഭക്തനായ ഒരു മനുഷ്യൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ.
4 ക്വാളിറ്റി, അനുഗ്രഹിക്കപ്പെട്ട 4 ക്വാളിറ്റിയുള്ള ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു യോബ്. എന്നാൽ ഈ യോബിന്റെ ജീവിതത്തിൽ യോബിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രസംഗിച്ചു വിടുവാൻ എളുപ്പമാ. പക്ഷെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നാൽ, ഒരു ചെറിയ പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വന്നാൽ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? ഒറ്റ ദിവസം കൊണ്ട് തനിക്കെല്ലാം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. 7000 ആട് തനിക്കുണ്ടായിരുന്നു, 3000 ഒട്ടകം തനിക്കുണ്ടായിരുന്നു, 500 കാള തനിക്കുണ്ടായിരുന്നു, 500 പെൺകഴുത തനിക്കുണ്ടായിരുന്നു, ഏറ്റവും വളരെ ദാസജനവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം നഷ്ടമായി. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച്, പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ ശക്തമായി ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജീവിതത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഒറ്റ ദിവസം കൊണ്ട് സകലവും നഷ്ടപ്പെട്ട യോബിന്റെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ താൻ ഭാരപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ താൻ ഭാരപ്പെട്ട് നിന്നപ്പോഴും തനിക്കൊരു കാര്യം അറിയാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടത വന്നുകൊള്ളട്ടെ, എന്റെ ജീവിതത്തിൽ എന്തെല്ലാം വേദന വന്നുകൊള്ളട്ടെ, നിന്ദകൾ വന്നുകൊള്ളട്ടെ, അപമാനം വന്നുകൊള്ളട്ടെ, എന്നാൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. നീ തളർന്നു പോകുവാൻ ആ വീണ്ടെടുപ്പുകാരൻ അനുവദിക്കത്തില്ല. നിന്റെ പ്രതിസന്ധിയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാ, നിന്റെ നിന്ദയെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാ. ദൈവത്തിന്റെ കര നിന്റെ മേൽ നീട്ടുവാൻ കവണമിടയായി തീരും. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുകയാ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രബോധിപ്പിക്കുകയാ. ചിലരെ ശക്തമായ പ്രതിസന്ധിയ ജീവിതത്തിന് നേരെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തു ചെയ്യണമെന്നറിയത്തില്ല. മുൻപും പിൻപും അടഞ്ഞു പോയതുപോലെ മുൻപോട്ടോടുവാൻ കഴിയാതെ ചില വിഷയങ്ങളുടെ ആഴത്തിൽ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നതിനാൽ നീ ക്ഷീണിച്ചു പോകരുത്, നീ മടുത്തു പോകരുത്. ദൈവത്തിന്റെ കര നിന്റെ വിഷയത്തിന്റെ മേൽ ചലിക്കപ്പെടുവാൻ പോകുകയാ. എനിക്കറിയില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇന്നൊരു പകലിൽ ഇടപെടുകയാ, ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാ. നാളുകളായി മറുപടിയില്ലാത്ത ചില വിഷയങ്ങൾ, നാളുകളായി ചില രേഖകൾ മുടങ്ങിപ്പോയി, നാളുകളായി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതെ നാളുകളായി ചിലത് ബ്ലോക്കായി നിൽക്കുകയാ. ചില രേഖകൾ ബ്ലോക്കായി നിൽക്കുന്ന ചിലതിനകത്തിരിക്കുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാ, ഈ പകൽക്കാലം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആത്മാവിൽ പോരാടുവാൻ തയ്യാറാകുമോ? ചില രേഖകളെ നിന്റെ മുമ്പിൽ അനുകൂലമാക്കുവാൻ ചില രേഖകൾ നിന്റെ മുമ്പിൽ അനുകൂലമാക്കുവാൻ, ചില രേഖകൾ നിന്റെ മുമ്പിൽ അനുകൂലമാക്കി തരുവാൻ ഇതാ നാഥന്റെ കരം പ്രവർത്തിക്കുകയാ. പരീക്ഷ സഹിച്ച യോബ്, ജീവിത മണ്ഡലത്തിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ യോബ്, തന്റെ ജീവിതത്തിൽ താൻ സ്നേഹിച്ച തന്റെ ഭാര്യ പോലും തന്നെ തള്ളി പറയുമ്പോൾ തന്റെ ഭാര്യ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം ത്യജിച്ചു കളാ, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ മരിച്ചു കളാ എന്നൊക്കെ പറയുമ്പോൾ യോബിന് പറയുവാൻ ഒരു കാര്യമേ ഉള്ളൂ, യഹോവ തന്നു, യഹോവ എടുത്തു, ദൈവത്തിന്റെ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഇത് മാത്രമാ ഭക്തന് പറയുവാനുള്ളത്. ഈ പരീക്ഷ സഹിച്ച യോബിന്റെ ജീവിതത്തിൽ തനിക്ക് എന്തെല്ലാം നഷ്ടമായോ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക്
വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്നെ നിന്ദിച്ച, തന്നെ പരിഹസിച്ച തന്റെ സ്നേഹിതന്മാരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യോബിനോട് ദൈവം ആവശ്യപ്പെടുക. യോബിനോട് ദൈവം പറയുക, നിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്നെ നാളുകളായി നിന്ദിക്കുന്ന ചിലരുണ്ട്, നിന്നെ നാളുകളായി പരിഹസിക്കുന്ന ചിലരുണ്ട്. നീ എന്തായി തീരോ, നിന്റെ അവസ്ഥ എന്താണെന്ന് കാണുവാൻ നോക്കിയിരിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഓർമ്മിപ്പിക്കുവാനുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുമോ? നിന്നെ നിന്ദിക്കുന്നവരുടെ മുമ്പിൽ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നീ അവർക്ക് വേണ്ടി ഇരുവിൽ നിൽക്കുവാൻ തയ്യാറാകുക. ദൈവത്തിന്റെ കര നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരോ. ദൈവത്തിന്റെ കര നിന്റെ ജീവിത മണ്ഡലത്തിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരോ. നിന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായിത്തീരോ. നിന്നെയും അപമാനവും എല്ലാ ദിവസവും ഇരിക്കത്തില്ല കേട്ടോ. ദൈവം ഇതിനൊരു അറുതി വെച്ചിട്ടുണ്ട്. ദൈവം അതിനൊരു സമാപ്തി വെച്ചിട്ടുണ്ട്. ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരോ. ഈ പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാളുകളായി നീ അനുഭവിക്കുന്ന നിന്നയെ എന്നത്തേക്കുമായി നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ തക്കവണ്ണം, നിനക്കൊരു അനുഗ്രഹം വയ്ക്കുവാൻ തക്കവണ്ണം കർത്താവ് ആഗ്രഹിക്കുകയാ. കർത്താവ് അവന്റെ ജീവിതത്തിൽ അവനെ അനുഗ്രഹിപ്പാൻ ഇടയായി. ദൈവം അവനെല്ലാം ഇരട്ടിയായി കൊടുത്തു. അവന്റെ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം അവൻ ഇരട്ടിയായി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ആർക്കാ ദൈവം വിശ്വസ്തനായിരിക്കുന്നത്? ദൈവ പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഉറപ്പിന് വേണ്ടി ഞാൻ പറയട്ടെ, ജീവിത മണ്ഡലത്തിൽ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോൾ, നിന്ദകളിലൂടെ കടന്നു പോകുമ്പോൾ നീ ഭാരപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ വേദനിക്കരുത്. കാരണം എന്താണെന്നറിയാമോ? നിന്റെ മുമ്പിൽ നിന്റെ നിന്നയെ മാറ്റുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് പകൽക്കാലം ചലിക്കുവാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുവാൻ തയ്യാറാകും? പ്രിയമുള്ളവരെ, നാളുകളായി കേൾക്കുന്നുണ്ട്, നാളുകളായി ജീവിതത്തിൽ കേൾക്കുന്നുണ്ട് നിന്നയെ മാറുമെന്ന്. പക്ഷെ നിന്ന മാറുന്നില്ല, ജീവിതത്തിലെ പ്രതിസന്ധി മാറുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. നിന്റെ ജീവിതത്തിലെ നിന്നയെ മാറ്റുവാൻ തക്കവണ്ണം കർത്താവ് വിശ്വസ്തന. പരീക്ഷ സഹിക്കുന്ന ഒരു ദൈവ പൈതലുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായി കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. വിശ്വസ്തനെന്നെണ്ണി ദൈവം ചിലരെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുകയാണ്. ഇന്നു രാത്രി, ഇന്നു പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, വിശ്വസ്തനെന്ന് നിന്നെ കണ്ടുകൊണ്ട് നിന്നെ ശുശ്രൂഷയ്ക്കാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ ഒരിക്കലും തള്ളിക്കളയുവാൻ അനുവദിക്കത്തില്ല. ആ ദൈവം നിന്നോട് കൂടെയിരിക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന കേട്ടോ. വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും മാറിപ്പോകുന്ന ദൈവമല്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവം നമ്മെ ശക്തീകരിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ അനവധി പരീക്ഷകൾ കടന്നു വരാം, അനവധി പരീക്ഷകളിലൂടെ നാം കടന്നു പോകാം. എന്നാൽ ജീവിത മണ്ഡലത്തിൽ ഓർക്കണം, ഓരോ ദൈവ പൈതലിന്റെ ജീവിതത്തിലും നാം ക്ഷീണിച്ചു പോകുമ്പോൾ, നാം അടുത്തു പോകുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്തുവിലൂടെ നമുക്കൊരു വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ക്രിസ്തുവിലൂടെ നമുക്കൊരു വിടുതലുണ്ട്, ക്രിസ്തുവിലൂടെ നമുക്കൊരു ഉദ്ധാരണമുണ്ട്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുകയാണ്. സങ്കീർത്തനം 55-ന്റെ 22-ാം വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇന്ന് പകൽക്കാലം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്തു ചെയ്യണം? അവരുടെ ഭാരം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്നിറക്കി വയ്ക്കണം.
ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഇറക്കി വെക്കുവാനിടയായി തീരണം. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹോദരി വളരെ ക്ഷീണിച്ച് ഒരു വലിയ ചുമട് തലയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടുകൊണ്ട് ഈ സഹോദരി, ഈ ഒരു പ്രിയപ്പെട്ടവൻ അവിടെ കടന്നു വന്ന തന്റെ വണ്ടി നിർത്തിയിട്ട് താൻ ആ സഹോദരിയോട് പറഞ്ഞു, ഈ വണ്ടിക്കകത്ത് കയറിക്കോ എന്ന് പറഞ്ഞു. കുറെ സമയം കഴിഞ്ഞ് ഈ മനുഷ്യൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സഹോദരി ചുമന്നുകൊണ്ടുവന്ന ഭാരം ഈ സഹോദരിയുടെ തലയിൽ തന്നെ വെച്ചിരിക്കുക. ഇത് ഈ തലയിൽ തന്നെ ഇരിക്കുന്നത് കണ്ടോണ്ട് ഈ സഹോദരൻ തിരിഞ്ഞിട്ട് ചോദിച്ചു, സഹോദരി എന്താ ഈ ഭാരം എടുത്ത് താഴെ വെക്കാത്തെ? അപ്പൊ പറഞ്ഞു, അങ്ങേക്ക് മനസ്സ് തോന്നി എന്നെ ഈ വണ്ടിക്കകത്തൊന്ന് കയറ്റാനായിട്ട് ഇടയായി തീർന്നു. ഇനി ഈ ഭാരം കൂടെ വണ്ടി ചുമക്കണ്ട, അത് ഞാൻ തന്നെ ചുമന്നോളാ എന്ന് പറഞ്ഞ് ഈ ഭാരം തലയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുപോലല്ലേ നമ്മൾ ഇതൊക്കെ ചിരിച്ചു തള്ളുമ്പോൾ തന്നെ ഇതുപോലല്ലേ നമ്മുടെയും ക്രിസ്തീയ ജീവിതം? കർത്താവ് നമ്മളോട് പറഞ്ഞു, നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിന്റെ ഭാരം കർത്താവിന്റെ മേൽ നാം ഇട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാരം ഞാൻ കർത്താവിന്റെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത് വഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീ നിന്റെ ഭാരം കർത്താവിന്റെ മേൽ വെച്ചിട്ടുണ്ടോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന് ചോദിക്കാനുള്ള ഒരു ചോദ്യമാ, നിന്റെ ഭാരം നീ കർത്താവിന്റെ മേൽ വച്ചിട്ടുണ്ടോ? കർത്താവിന്റെ മേൽ നിന്റെ ഭാരം നീ വച്ചിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും ഭാരപ്പെട്ടു പോകേണ്ട കാര്യമില്ല. നിന്റെ വിഷയം എത്ര കഠിനമായ വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി നിറഞ്ഞ വിഷയമായിക്കൊള്ളട്ടെ, നിന്റെ ഒരു പ്രതിസന്ധി നീ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിന് വിടുവിച്ചതിനായി നീ സ്തോത്രം പറഞ്ഞിരുന്നാൽ മതി. പിന്നെ അത് ഭാരമായിട്ട് നിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കണ്ട. ഈ കാലയളവിൽ കൊടുന്നനവേ അനവധി പേർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. ഹൃദയാഘാതം പെട്ടെന്ന് പിടിപെട്ടിട്ട് പലരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഓരോ ദിവസവും നാം മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഇത്ര പെട്ടെന്ന് മരിക്കാൻ എന്താ കാരണമായി തീർന്നത് എന്നൊക്കെ നാം ചിന്തിക്കുന്നു. എന്തുകൊണ്ടാ പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്? നനച്ചിരിക്കാത്ത സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകള് ഭയങ്കര ആകുലതകളാണ് നമ്മുടെ ജീവിതത്തിൽ, ഭയങ്കരമായ ചിന്തകളാ ഓരോ ദിവസവും നമ്മെ ഭരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ? നിന്റെ ഭാരം നീ കർത്താവിന്റെ മേലൊന്ന് വെക്ക്. കർത്താവിന്റെ മേൽ വെച്ചാൽ കർത്താവ് നിന്നെ പുലർത്തും. പിന്നെ നീ ആ ഭാരം വഹിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ആ വിഷയം ഏറ്റു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അത് വഹിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് കർത്താവ് ചെയ്തു തരാൻ വിശ്വസ്തനാ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് നാം ഇരിക്കുവാൻ ഇടയായി തീരണം. അടുത്ത ക്രിസ്തുവിലൂടെ നമുക്ക് എങ്ങനെ പരിഹാരം ലഭിക്കും? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളണം. ഒന്ന് പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവേ. അപ്പൊ പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും പരീക്ഷ കടന്നു വരാം, പരിശോധനകൾ കടന്നു വരാം. എന്നാൽ ഇത് കടന്നു വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകരുത്. നാം 3 കാര്യം ചെയ്താൽ മതി. ഒന്നാമതായി നിന്റെ ഭാരം യഹോവയുടെ മേൽ വെക്കണം. ഇതൊരു സഹോദരിമാരുടെ മീറ്റിംഗും കൂടിയാണല്ലോ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പ്രസംഗം കേൾക്കുന്നതാ ഹന്നയുടെ ജീവിതം ഇല്ലേ? ഹന്നയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയാ തന്റെ ജീവിതത്തിലുള്ളത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരാ ഉള്ളത്, പെനിന്നയും ഹന്നയും. അതില് പെനിന്നയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. ഈ മക്കളില്ലാത്തവളായി ജീവിക്കുന്ന ഹന്നയുടെ ജീവിതത്തിൽ ഭയങ്കര ഭാരം. എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ ജീവിതത്തിൽ എന്നും നിന്നയാ, വീടിനകത്ത് എപ്പോഴും തനിക്ക് നിന്നയാ. അതുകൊണ്ട് താൻ വിചാരിച്ചു, ആലയത്തിലേക്ക് പോകാം, ആലയത്തിൽ ചെന്ന് എന്റെ സങ്കടം ഒന്ന് പങ്കുവയ്ക്കാം. ഇത് ചിന്തിച്ചുകൊണ്ടാ ഹന്ന ആലയത്തിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോ നിന്നയ്ക്ക് കുറവുണ്ടോ പ്രിയമുള്ളവരെ? അവിടെ ചെന്നപ്പോഴും നിന്നയ്ക്ക് കുറവില്ല. അവിടെ ചെന്നപ്പോൾ പുരോഹിതനും അവളോട് പറയുക, നീ വീഞ്ഞു കുടിച്ച് നിന്റെ വീഞ്ഞിറങ്ങിട്ട് അവൾ പറയാ, അല്ലയോ യജമാനനെ, എന്നെ ഒരു നീച സ്ത്രീയായിട്ട് കാണരുതേ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. അവളുടെ സങ്കടം അവിടെ പകരുകയാ.
എന്നാൽ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എലി പുരോഹിതൻ അവളോട് ഒരു കാര്യം പറഞ്ഞു, നീ ഈ സ്ഥലത്ത് കഴിച്ച ഈ പ്രാർത്ഥനയുടെ മറുപടി അടുത്ത വർഷം നിനക്ക് ഈ സമയമാകുമ്പോൾ നിന്റെ കരങ്ങളിൽ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. സമയം നമ്മുടെ മുമ്പിൽ ഓടിപ്പോകുന്നത് കൊണ്ടാ എടുത്തു വായിപ്പിക്കാൻ ഞാൻ സമയമെടുക്കാത്തത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആലോചന അവളുടെ ഹൃദയത്തിൽ കേട്ടപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇന്ന് പകൽക്കാലം ഇത് തന്നെയാ എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവാലോചന കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇനിയും നിന്റെ ഭാരം നീ നിന്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയം ഇത് പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ നിന്റെ ഭാരത്തെ അവൻ എടുത്തു മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹന്നയുടെ മുഖം പിന്നെ വാടിയില്ല. അവൾ സന്തോഷത്തോടെ ഈ പുരോഹിതൻ പറഞ്ഞ വാക്കുകൾ അവൾ ദൈവത്തിന്റെ വാക്കായി അവളുടെ ഉദരത്തിൽ വഹിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് അബ്രഹാം ഇപ്രകാരം പറയുവാൻ ഇടയായി തീർന്നു, വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചു പോയില്ല. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണെന്ന് ഉറച്ചിട്ട് അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വാഗ്ദത്തത്തിനായി അവർ കാത്തിരിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ഏറിയ നാളുകളായി നീ വാഗ്ദത്തം കേട്ടിട്ടുണ്ട്, എന്നാൽ ഈ ദിവസങ്ങളിൽ നീ ക്ഷീണിച്ചു പോകരുത്, ഈ ദിവസങ്ങളിൽ നീ മടുത്തു പോകരുത്. നിന്റെ ഭാരം കർത്താവിന്റെ സന്നിധിയിൽ വെച്ചിട്ടുണ്ടോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ, അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുവാൻ സമ്മതിക്കത്തില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ദൈവത്തിന്റെ കരം ഹന്നയുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ നിന്റെ ജീവിതത്തിലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാ. സാറയെ കുറിച്ച് പറയുമ്പോൾ പുത്രോത്പാദനത്തിനുള്ള ശക്തി അവൾക്ക് ഇല്ലാതിരുന്നിട്ടോ പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം വാഗ്ദത്തത്തിൽ അവൾ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് പുത്രോത്പാദനത്തിന് അവൾ ശക്തി പ്രാപിക്കുവാനിടയായി തീർന്നുവെന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശക്തമായി ഓർമ്മിപ്പിക്കട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നോട് ഒരു കാര്യം ചെയ്തു തരുവാൻ ശക്തനാണെങ്കിൽ നിശ്ചയമായും ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരോ. നിശ്ചയമായും ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടുവാൻ ഇടയായിത്തീരോ. വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പകലിൽ ചിലരോട് ഓർമ്മിപ്പിക്കുകയാ. ചില വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെട്ട് നുറുങ്ങിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ കർത്താവ്, മനസ്സു തകർന്നവരെ വിടുവിക്കുന്നവനായ കർത്താവ് ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ വിശ്വസ്തനാ, അവൻ വിടുവിക്കുവാൻ ശക്തിയുള്ളവനാ, അവൻ പ്രവർത്തിക്കുവാൻ ശക്തിയുള്ളവനാ. അടുത്ത ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിന്റെ വഴി ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ ഇടയായി തീരണം. സങ്കീർത്തനം 37 അധ്യായം 5 വാക്യത്തിൽ പറയുകയാ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക. കർത്താവ് വിശ്വസ്തനാകട്ടോ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കണം. ദാവീദിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളിലൂടെ താൻ കടന്നുപോയി. തന്നെ തകർത്ത് കളയുവാൻ ശത്രു പലവിധമായ വിഷയങ്ങൾ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അവനെ തകർത്ത് കളയുവാൻ ശത്രു വളരെയധികമായി ശ്രമിക്കുവാനിടയായി തീർന്നു. എന്നാൽ അവന്റെ വഴി ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരുന്നു. ദൈവത്തിന്റെ ഗുഹകളിലെ ഗഹ്വരങ്ങളിൽ രാജാവായി വാഴിച്ചതിന് ശേഷവും താൻ വാഴിക്കപ്പെട്ടതിന് ശേഷവും താൻ ഗുഹകളിലും ഗഹ്വരങ്ങളിലും ഒക്കെ കിടക്കേണ്ടി വന്നു. ശൗൽ രാജാവിനെ ഭയപ്പെട്ട് താൻ പ്രാണരക്ഷാർത്ഥം ഓടിയ അനുഭവങ്ങളൊക്കെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവനൊരു കാര്യം അറിയാം,
അവൻ പറയുകയാ, നിന്റെ വഴി ദൈവത്തെ ഭരമേൽപ്പിക്ക്, അവനിൽ തന്നെ ആശ്രയിക്ക്, ദൈവം വിശ്വസ്തനാ. പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, എന്നാൽ നിന്റെ വഴി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായി തീരുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു, എന്റെ വഴി നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുന്നു, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നുവെന്ന് തിരുവചനം പറയുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, നീ ചിന്തിക്കും ദൈവം ഒരു വിഷയത്തിൽ നീ ചിന്തിക്കുന്നത് പോലെയാ ദൈവത്തിന്റെ കരമെന്ന്? ഒരിക്കലുമല്ല. ദൈവം നിന്നോട് എന്താണ് പറയുന്നത് അത് നീ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീര. ദൈവത്തിന്റെ വഴികൾ എന്താണെന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇടയായി തീര. നീ പോകുന്ന വഴിയിൽ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാം, നീ പോകുന്ന വഴിയിൽ ചില മാറ്റങ്ങൾ കടന്നു വരാം. എന്നാൽ ഓർക്കണം, ദൈവം അറിയാതെയല്ല നിന്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി കടന്നു വരുവാൻ ഇടയായി ചേർന്നത്. ഒരിക്കൽ നയമാന്റെ അടുക്കൽ, എലീശയുടെ അടുക്കലേക്ക് നയമാൻ എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. നയമാൻ എലീശയുടെ അടുക്കൽ എത്തിച്ചേരുമ്പോൾ നയമാന്റെ ചിന്ത, എലീശ പ്രവാചകൻ അവന്റെ മേൽ കൈവയ്ക്കും, അവന് സൗഖ്യം വരുമെന്ന എലീശ പ്രവാചകൻ ചിന്തിച്ചത്. അവന്റെ ചിന്ത അപ്രകാരമായിരുന്നു. എന്നാൽ നയമാനോട് എലീശ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്ക്. ഇത് കേട്ടപ്പോൾ നയമാന് ദേഷ്യമാ തോന്നിയത്. മനുഷ്യന്റെ ചിന്ത അപ്രകാരമാ. നീ വിചാരിക്കും ദൈവം, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ പറയുന്ന ഉടനെ തന്നെ ദൈവം നിന്റെ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് നീ ചിന്തിക്കുന്നത്, നീ പറയുന്ന വഴിയിലൂടെ ദൈവം കാര്യങ്ങൾ സാധിപ്പിക്കുമെന്ന് നീ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ദൈവം അവസ്ഥയുടെ മുമ്പിൽ പ്രവർത്തിക്കത്തില്ല, ദൈവം വ്യവസ്ഥയ്ക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്നവനാ. നീ വിശ്വസ്തയോടെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന നിന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരോ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല കേട്ടോ. ദൈവത്തിന്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളെ കാട്ടിൽ ഉയർന്നിരിക്കുന്നതാ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാരം നീ അത് കണ്ടിട്ട് പ്പെടുകയല്ല. ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇതിലും ശ്രേഷ്ഠമായത് ദൈവം എന്റെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കുമോ? ഇന്ന് പകലിൽ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക, നിന്റെ ജീവിതത്തിൽ ചിലത് സംഭവിക്കുമ്പോ നീ വിചാരിക്കും, ഇതെന്തുകൊണ്ടാ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാ, ഇന്ന് പകൽക്കാലം നീ ചിന്തിക്കുന്നത് പോലെയല്ല, നിന്റെ വിചാരങ്ങൾ പോലെയല്ല ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം വെളിപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലിബിസിസ്റോട് പറയുക, നിന്റെ വിചാരങ്ങൾക്കും മീതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കപ്പെടുകയാ. ചില പേപ്പറുകൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുകയാ, ചില പേപ്പറുകൾ, ചില രേഖകൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുകയാ. എന്നാൽ രേഖകളെ അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാ. ഈ ദിവസങ്ങളിൽ നീ ക്ഷീണിച്ചു പോകരുത്, മടുച്ചു പോകരുത്. എന്റെ ദൈവമേ, എത്ര നാളുകളായി ഞാൻ കരയുന്നു, ഞാൻ നിലവിളിക്കുന്നു, എന്നാൽ എന്റെ വിഷയത്തിന് മറുപടി ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ. നിന്റെ വിഷയത്തിന് ഈ 2025 പ്രാരംഭ മാസങ്ങളിൽ തന്നെ ചില വിടുതലുകൾ നിന്റെ ജീവിത മണ്ഡലത്തിൽ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം ചിലതിനെ നിനക്ക് അനുകൂലമാക്കി നിന്റെ പ്രതികൂലത്തെ എടുത്തു മാറ്റി. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം മാറ്. ചിലതിനെ നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കുവാൻ ഞാൻ എഴുന്നേൽപ്പിക്കുന്ന ദൈവമത്രേ. എന്നാൽ ഈ നാളുകളിൽ ചില ക്ലേശങ്ങൾ, ചില വേദനകൾ, ചില രോഗങ്ങൾ നിന്നെ അലട്ടിക്കൊണ്ട് നീ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നിന്നോട് ഇടപെടുകയാ. നിന്നെ നിർമ്മിച്ചവനും നിന്നെ സൃഷ്ടിച്ചവനുമായ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നോട് ഇടപെടുകയാ. നീ എന്തിനാ ഭാരപ്പെടുന്നത്?
നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക. ഞാൻ നിന്നെ പുലർത്തുക ശക്തിയുള്ള ദൈവമാ. ചില വാക്കുകൾക്ക് മുമ്പിൽ നീ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകുവാനല്ല, എന്റെ കരം നിന്നോട് കൂടെ ഇരുന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ, ഞാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാ. ഈ ദിവസങ്ങള് എന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരട്ടെ. പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം എന്റെ തീഷ്ണതയുള്ള എന്റെ കരം നിന്റെ വിഷയത്തിന്റെ മേൽ ചലിക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതരവനഘടകം ഈ ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകാതെ മടുത്തു പോകാതെ എന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരട്ടെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയ ലിബിസിസ്റ്ററോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിന്റെ വഴി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. ദൈവം നിന്നെ മാനിക്കുവാൻ ഇടയായി തീരും. നിന്റെ ചിന്താകുലം, ഒന്ന് നിന്റെ ഭാരം, 2 നിന്റെ വഴി, 3 നിന്റെ ചിന്താകുലം. ഈ 3 ഭാഗമാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാ. ഇത് പത്രോസ് അപ്പോസ്തലൻ എഴുതിയ ഭാഗമാ. പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. പത്രോസ് അപ്പോസ്തലൻ എഴുതുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ അവൻ അനവധി കരുതലുകൾ അനുഭവിച്ചതാ. അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനവധി കരുതലുകൾ അവൻ അനുഭവിച്ചതാ. കരം കൊടുക്കുവാൻ നിർവാഹമില്ലാതെ ഭാരപ്പെട്ടു നിന്ന നിമിഷത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ മത്സ്യത്തിന്റെ വയറ്റിലെ ചതുർദ്രഹ്മപ്പണമെടുത്ത് അവന് വേണ്ടി കരം കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുവെങ്കിൽ ഈ ദൈവത്തിന്റെ കരുതൽ, ഈ കർത്താവിന്റെ കരുതൽ അവൻ അനുഭവിച്ചതാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ. ചില കരുതലുകൾ ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുവാൻ ഇടയായി തീരോ. ചില കരുതലുകൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ നീ ക്ഷീണിച്ചു പോകരുതേ, നീ ക്ഷീണിച്ചു പോകരുതേ. പ്രതീക്ഷിക്കാത്ത ചില കരുതലുകളാ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ കർത്താവ് നൽകി തരുന്നത്. പ്രതീക്ഷിക്കാത്ത ചില കരുതലുകൾ, പ്രതീക്ഷിക്കാത്ത ചില കരുതലുകൾ പത്രോസിന്റെ ജീവിതത്തിൽ ലഭിക്കാൻ ഇടയായി തീർന്നു. കഷ്ടതയുണ്ട് കേട്ടോ, വേദനയുണ്ട്, നിന്നയുണ്ട്. കർത്താവിന്റെ ദാസിമാരെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുക. കഷ്ടതയും നിന്നയും ഉണ്ടെങ്കിൽ, പരിഹാസവും വേദനയും ഉണ്ടെങ്കിലോ അതിന്റെ പിന്നിലോ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരോ. ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരോ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ. നിന്റെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. ഫേബ ആന്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മ കർത്തദാസിയോട് ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാ. ചില ഭാരമേറിയ വിഷയങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ, ആരോടും തുറന്നു പറയാതെ ഹൃദയത്തിനകത്ത് വ്യാകുലപ്പെടുന്ന ചില വിഷയങ്ങൾ. പുറമേ നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയുമില്ല, പുറമേ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്നെ മടുപ്പിക്കുന്ന ചില അനുഭവങ്ങൾ, ഇത് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കത്തക്ക നിലവാരത്തിൽ ചില വിഷയങ്ങൾ, അതിന്റെ ആഴങ്ങൾ ജീവിത മണ്ഡലത്തിൽ, ശുശ്രൂഷ മണ്ഡലത്തിൽ വെളിപ്പെട്ടു നിന്നപ്പോഴും ഘടകം എന്റെ ആശ്വസിപ്പിക്കുന്ന കര നിന്റെ അടുക്കൽ കടന്നു വന്ന് എന്റെ ശബ്ദം കേൾപ്പിച്ച് ഞാൻ നിന്നെ ബലപ്പെടുത്തിയ ദൈവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ക്ഷീണിച്ചു പോകരുതേ, ഇന്ന് പകൽക്കാലം മടുത്തു പോകരുതേ. നിന്റെ വഴി, നിന്റെ ചിന്താകുലം അവന്റെ മേലിട്ടുകൊള്ളേ. അവൻ നിങ്ങൾക്കായി കരുതുന്ന ദൈവമാ. ഈ ദിവസങ്ങളിൽ ചില കരുതലുകൾ കാണുവാൻ തക്കവണ്ണം ഇടയായി തീരും. കർത്താവിന്റെ ദാസി ഫേബാൻജിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഈ ദിവസങ്ങളിൽ ചില കരുതലുകൾ, ഈ ദിവസങ്ങളിൽ ചില കരുതലുകൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. വഴിയിൽ തളർന്നു പോകുവാനല്ല, ക്ഷീണിച്ചു പോകുവാനല്ല. ഈ ദിവസങ്ങളിൽ ഭാരപ്പെട്ട് ആരോടും തുറന്നു പറയാതെ ഹൃദയത്തിനകത്ത് വച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത കരം നീട്ടി ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക. ഈ 2024 അവസാനിക്കുന്നതിന് മുമ്പ് ചില കരുതലുകൾ കർത്താവിന്റെ ദാസിയെ നിങ്ങളുടെ ജീവിത മണ്ഡലത്തിൽ ദൈവം അയച്ചു തരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്.
എന്നാൽ ശരീരത്തെ ബലഹീനപ്പെടുത്തി എഴുന്നേറ്റിരിക്കുവാൻ പോലും കഴിയാതെ ശരീരത്തെ ക്ലേശിപ്പിക്കുവാൻ തക്കവണ്ണം ശത്രു വെല്ലുവിളിക്കുന്ന ചില പോരുകൾ, അതിന്റെ ആയുധങ്ങളെ ഇന്ന് പകൽക്കാലം അവർ അഴിച്ചു മാറ്റുകയാ. അമ്പവാരവനഘടകവാരവൽഘടകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും ഒന്നും ചെയ്യുവാൻ കഴിയാതെ ശരീരത്തെ ക്ലേശിപ്പിച്ച് ശരീരത്തെ ബലഹീനാവസ്ഥയിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ വ്യാപരിച്ചു നിൽക്കുന്ന ഇരുളിന്റെ മണ്ഡലങ്ങളെ സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷാമുഖത്ത് ഒരു വിധിയാനം ഞാൻ ചെയ്തു തരും. ഒരു പ്രത്യേക അഭിഷേകത്ത ചില രോഗികളുടെ മേൽ കരം വയ്ക്കുമ്പോ അതരവനഘടകം നനച്ചിരിക്കാത്ത ചില വിടുതലുകൾ അവരുടെ മേൽ വ്യാപരിക്കത്തക്ക വിധത്തിൽ ശുശ്രൂഷ തലത്തിന്റെ അവസ്ഥകളെ ഞാൻ മാറ്റി ഈ ദിവസങ്ങളിൽ പണിതെടുക്കുമെന്ന് എന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ചില ഭവനങ്ങളിലേക്ക് ഞാൻ അയക്കും. ചില വിശാലതകൾ ഞാൻ പിന്നെയും നൽകിത്തരും. ചില കുടുംബങ്ങളെ കൂടെ ഞാൻ ആലയത്തോട് ചേർത്ത് നിർത്തും. എന്റെ കരം ഞാൻ വെളിപ്പെടുത്തുമെന്ന് എന്റെ ആത്മാവ് ആലോചന പറയുക. ദിവസങ്ങളിൽ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. പ്രവർത്തിപ്പാൻ ശക്തിയുള്ള ദൈവം അത്രയെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാ. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവേ. നമ്മുടെ ചിന്താകുലത്തെ കർത്താവിന്റെ കരങ്ങളിൽ വെക്കണം. പകൽ ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുക, ദൈവം വിശ്വസ്തന, അവൻ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം നമ്മെ കാക്കുവാൻ ശക്തനാ. എന്നാൽ നാം വിശ്വസ്തരാണോ? ദൈവത്തിന്റെ സന്നിധിയിൽ നാം വിശ്വസ്തരായി പാർക്കുന്നോ? ദൈവം വിശ്വസ്തന്മാരെ നോക്കുന്ന ഒരു കാലയളവ. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുമ്പോൾ നാം വിശ്വസ്തരായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമോ? നാം വിശ്വസ്തരായി കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാഥനെ കാണുവാനിടയായി തീരും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ തിരുവചനം ശുശ്രൂഷിക്കുമ്പോഴും എനിക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം എന്തായിരുന്നു? ഞാൻ നിന്റെ മേൽ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എന്നാൽ പലവിധമായ പാതാള ഗോപുരങ്ങൾ എന്റെ ശുശ്രൂഷയെ തകർത്ത് കളയുവാൻ ഉന്നം വെച്ച് നിന്ന മണ്ഡലങ്ങളുണ്ട്. കേട്ടോ പ്രിയമുള്ളവരെ, ഞാൻ എഴുന്നേൽക്കാതെ കിടക്കയിൽ തന്നെ ആയിപ്പോയ അവസരം എന്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് എഴുന്നേറ്റിരിക്കുവാനോ നടക്കുവാനോ കിടക്കുവാനോ കഴിയാത്ത അവസ്ഥയിൽ നട്ടെല്ലും ബൾജായി പോയിട്ട് എനിക്ക് വലിയ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി തീർന്നു. എന്റെ ശുശ്രൂഷയെ അവസാനിച്ചു. ഇതോടെ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു. സഭയുടെ ചാർജൊക്കെ വിട്ടോ. കർത്താവിന്റെ ദാസന് ദൈവം ഒരു ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മുൻപോട്ട് പോയിക്കോ എന്ന് കർത്താവിന്റെ ദാസനോട് ഞാൻ പറയുവാനിടയായി തീർന്നു. കാരണം എനിക്കിനി ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല, എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഞാൻ കർത്താവിന്റെ ദാസന്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ വേദനയോടെ എന്നെ നോക്കി. എന്നാൽ ഞാൻ എവിടെ പരാജയം സമ്മതിച്ചോ അവിടെ എന്റെ കർത്താവ് എന്നെ പണിയുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, എന്റെ കർത്താവ് എന്നെ പണിയുവാൻ തുടങ്ങി. പാതാള ഗോപുരങ്ങൾ നിന്നെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദത്തം എന്റെ മേലുണ്ടെങ്കിൽ ഞാൻ കിടക്കയിലായി പോകുവാനല്ല. ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. ചിലർക്ക് ഭയം, ജീവിതത്തിന് നേരെ ഞാൻ കിടക്കയിലായി പോകുമോ? ഇനി ഓടുവാൻ കഴിയുമോ? എനിക്കിനി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിയുമോ എന്ന് ചിലർ ആകുലപ്പെട്ട് ചോദിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി പറയുക, ഇല്ലവേ ഇല്ല. നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. നാം തളർന്നു പോകുവാൻ അനുവദിക്കത്തില്ല, നാം ക്ഷീണിച്ചു പോകുവാൻ അനുവദിക്കത്തില്ല. ദൈവനാമ മഹത്വത്തിനായി പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ നമ്മെ തളർത്തിക്കളയുവാൻ, നമ്മുടെ ശുശ്രൂഷ ഇല്ലാതാക്കി കളയുവാൻ നോക്കിയാലോ ദൈവം നമ്മോടൊരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ആ വാഗ്ദത്ത നിവർത്തിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനിടയായി തീരോ. അതിന്റെ മധ്യത്തിൽ നാം വിശ്വസ്തരായി തീർന്നാൽ മതി. നാം വിശ്വസ്തരായ ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കും. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കത്തില്ലെന്നും
സർജറി മാത്രം വിധി പറഞ്ഞ ഡോക്ടേഴ്സിന്റെ വിധി എഴുത്തുകളെ മാറ്റി ഇന്നും ഒരു സർജറി കൂടാതെ, ഈ വിഷയത്തിൽ ഒരു മെഡിസിൻ എടുക്കാതെ ഇത്രത്തോളം അനേക രാജ്യങ്ങളിൽ ദൈവം എന്നെ അയക്കുവാനിടയായി തീർന്നെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് ധൈര്യത്തോടെ പറയുവാൻ കഴിയോ, ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനാ. അത് നീ ഒന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാക. 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കേട്ട അബ്രഹാം 100-ാമത്തെ വയസ്സിലാ താൻ വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് എത്തുവാനിടയായി തീർന്നത്. നീണ്ട 25 വർഷം അവൻ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുവാനിടയായി. ഇന്ന് പകലിൽ ക്ഷീണിച്ചു പോകരുത്. ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. നാം വിശ്വസ്തരെങ്കിൽ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. നമ്മുടെ ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്നു രാത്രി, ഇന്നു പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് വിശ്വസ്തനാ. കർത്താവ് വിശ്വസ്തനായതുകൊണ്ട് തന്റെ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത്. പിതാവായ ദൈവം ഈ മനുഷ്യൻ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഈ മനുഷ്യൻ ഭൂമിയിൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ, പിതാവായ ദൈവം തന്റെ ഏകജാതനായ മകനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് നൽകി തരുവാനിടയായി തീർന്നു. ഭൂമിയിൽ നമ്മുടെ കർത്താവ് ജഡശരീരം എടുത്ത് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് വിശ്വസ്തനായി ഭൂമിയിൽ പാർത്തു, വിശ്വസ്തനായി ഈ ഭൂമിയിൽ ജീവിച്ചു. നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെയും ഒഴുക്കി തന്ന് കാൽവരിയിൽ നമുക്കായി തകർക്കപ്പെട്ടു. ആ കർത്താവ് വിശ്വസ്തനാകട്ടോ, ആ കർത്താവ് വിശ്വസ്തനാകട്ടോ, ആ കർത്താവ് വിശ്വസ്തനാകയാൽ നാം ക്ഷീണിച്ചു പോകരുത്, നാം അടുത്തു പോകരുത്. നമ്മുടെ കർത്താവ് വിശ്വസ്തന. ആ രക്തം നമ്മെ കഴുകി, നമ്മെ വിടുവിച്ച് നമുക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തം വരെയും തന്ന് ആ ജീവനെ നമുക്കായി തന്ന കർത്താവ് ഇന്ന് രാത്രി, ഇന്ന് പകലിൽ നമ്മെ വിളിക്കുകയാ. നീ ക്ഷീണിച്ചു പോകാതെ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിക്ക്. ദൈവം വിശ്വസ്തനാ, കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കുവാനിടയായി തീരും. ആ ക്രൂശിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാ, ആ ക്രൂശിന്റെ സ്നേഹം നമ്മെ ചേർത്ത് പിടിക്കുകയാ. ദൈവം വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം ഈ ഡിവൈസിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം വിശ്വസ്തനാ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നപ്പാ. കർത്താവച്ചാ, അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ക്ഷീണിച്ചു പോകാറുണ്ട്, പലപ്പോഴും ഞങ്ങൾ ബലഹീനപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ വിശ്വസ്തതയ്ക്ക് ഹല്ലേലൂയ ഭംഗം വരാതെ ഞങ്ങളെ അന്ത്യം വരെയും കാക്കുമാറാകണമേ. ഈ വയസ്സിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ വെക്കുന്നു, അവരുടെ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ വെക്കുന്നു. അങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, അങ്ങയുടെ കൃപ പകരുന്നതിനായി സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരം കൂടെ ഇരിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസനെ കുടുംബത്തെയും അല്ലെങ്കിൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുയേശുവിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കും.